ജയറാമാണോ പാർവതി അഭിനയിക്കണ്ട എന്ന് പറഞ്ഞത്? അവൾ നല്ല സുന്ദരി, അത് മുഖം നോക്കിയിരുന്നാൽ എത്ര നോക്കിയിരുന്നാലും മടുക്കാത്തൊരു സൗന്ദര്യവും അവളുടേതായ എന്താ പറയുന്ന ഒരു പ്രത്യേക അഭിനയ ശൈലിയൊക്കെ ഉള്ളതാണ്. നിർബന്ധപൂർവ്വം അഭിനയിക്കണ്ട എന്ന് പറഞ്ഞ ജയറാമാണോ ഇല്ല ഉണ്ടകണ്ണി അച്ചുവാണോ ഇത് ചോദിച്ചു പറഞ്ഞു ചോദിക്കാവുന്നതാ. എന്നാലും നമ്മൾ തമ്മിൽ എന്താ ചോദ്യവും പറച്ചിലൊക്കെ ഒന്നുമില്ല, എപ്പോഴും കാണും, വിശേഷം പറയും, ഫോൺ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ഒരു കൗതുകത്തോടെ ഇരുന്നോട്ടെ, ഈ കെയർ ഓഫിൽ ആൾക്കാരെല്ലാവരും മറുപടി കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. ചാച്ച അതൊരു ചോദ്യമാണ്, നിറയെ പേര് എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് അശ്വതിയായിട്ട് എടുത്ത തീരുമാനമാണ്. അതെ, അത് കഴിഞ്ഞും എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് മടിയായിരുന്നു ഇനി പോയി അഭിനയിച്ചോന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞത്? ചിലവരെ ചില ദൈവം ഇങ്ങനെ ചില ഇതിനു വേണ്ടി സൃഷ്ടിക്കും. ഇപ്പൊ ഇത് ഉർവശി അങ്ങനത്തെ ഒരു ആക്ട്രസ്, അത് അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അശ്വതിയെ ഒരു കുടുംബിനി, ഒരു ഭാര്യയാവാൻ വേണ്ടി ആ കുടുംബത്തിലെല്ലാം ഇങ്ങനെ അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അത് സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് ഏറ്റവും ഒരു ലൈം ലൈറ്റിൽ ഇരിക്കുന്ന ടൈമിലാണ് സിനിമ വേണ്ട. അല്ലെങ്കിൽ ഒരു കല്യാണം ഞങ്ങളുടെ കഴിയുന്ന സമയത്ത് ഷി വാസ് ഇൻ എ വെരി ബിഗ് പൊസിഷൻ. ഞാൻ പോലും അങ്ങനെ ഇല്ല. അത് വിട്ടുകളഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ലൈഫ് മാറ്റി വെച്ച് ആ കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ബ്ലെസ്ഡ്. അതാണ് നമുക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റി, അത് കിട്ടി, ഇത് കിട്ടി, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ആ വീട്ടിൽ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞില്ലേ, അത് തരാൻ അശ്വതി 30 വർഷമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ അതെനിക്കിങ്ങനെ കോരിച്ച് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും ഇന്നത്തെ ഇത്രയും വലിയ ഹൈറ്റ്സിന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഓവ് ചെയ്യുന്നത് അശ്വതി തന്നെയാണ്. എല്ലാം എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരാളും ഇല്ല. നല്ലതായാലും ചീത്തയായാലും എൻ്റെ ലൈഫിലുണ്ടാവുന്ന എന്തുണ്ടെങ്കിലും ഒരു ദിവസം ഞാനൊരു 50 പ്രാവശ്യം ഫോൺ ചെയ്യണമെങ്കിൽ ഒറ്റ ആൾക്കുള്ള എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് വേറെ ആരായിട്ടില്ല. ഡെഫിനറ്റ്ലി. ശരിക്കും അപരനിൽ പത്മനാഭൻ സാറ് കണ്ടെത്തി, അത് കഴിഞ്ഞ ഉടൻ 3-ാം പക്കം. ഈ ശരിക്കും ഒറ്റയടിക്ക് 2 പടമാണ് ആദ്യമേ സൈൻ ചെയ്തത് എന്നുള്ളത് സത്യമാണല്ലേ? 2 പടം ഒരുമിച്ച് സൈൻ ചെയ്തത് തന്നെയാണ് പോയത്. അന്ന് 3-ാം പക്കത്തിന്റെ കഥ അറിയോ? അന്ന് കഥ ചോദിച്ചിട്ടുണ്ടോ? ഒന്നും അറിയില്ല. അപരൻ എന്നുള്ള സിനിമയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ദുബായ് ട്രിപ്പിന് പോയി 1.5-2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ ആലുവ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് നേരെ വിളിക്കുകയാണ്. 64264515 നമ്പർ മറന്നിട്ടില്ല. അപ്പുറം അങ്ങേ തലകെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യം ജയറാമാണ്. അന്ന് വന്ന് കണ്ടു. എന്തോ ദുബായിക്ക് പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നു ചോദിച്ചു. തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഈ വിളിക്കുന്നത് ഒരു ജനുവരി 1-ാം തീയതിയാണ്, 1988 ജനുവരി 1-ാം തീയതി. ഞങ്ങൾ 31 തിരിച്ചു വന്നു, 1-ാം തീയതി നേരെ. അപ്പോൾ നീ എന്താ ഇതുവരെ എന്നെ വിളിക്കാത്തത്? അല്ല, ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോയിട്ട് ഇത് സിനിമയിൽ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് വിളിക്കണം. ഇത് അപ്പോൾ നമ്മൾ 18-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഫെബ്രുവരി 18-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ നീയാണ് അതിലെ നായകൻ, ഇപ്പം അത് ആരോടും പുറത്ത് പറയണ്ട, ഇന്ന കാര്യങ്ങളാണ്, അപ്പോൾ വേഗം ട്രിവാൻഡ്രത്തേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞു. നിനക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഒരു സിനിമ പത്മനാഭൻ സാറിൻ്റെ അതിലിങ്ങനെ ഞാൻ വേറെ ലോകത്ത് നിൽക്കുക. ഞാൻ നീന്താൻ അത്യാവശ്യം പെരിയാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ആളല്ലേ നീ, എന്നിട്ട് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് വാ, നീന്തൽ പഠിക്കണം. കാരണം എൻ്റെ 2-ാമത്തെ സിനിമയിൽ നായകൻ നീയാണ്, അതിൽ കടലിൽ നീന്തേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നായകനായിട്ട് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് അല്ലേ അത്? അല്ല, അതൊരു ഭയങ്കര വലിയ. അപ്പൊ തന്നെ അത് എല്ലായിടത്തും വിളിച്ചു പറയണമെന്നുണ്ട് തന്നെ, ആരടുത്തും പറയരുത്. അന്ന് ശരിക്കും ജയറാമേട്ടന്റെ ഈ ലെഗസി ഒക്കെ അറിയാം, മലയാറ്റൂർ സാറിന്റെയും. അതൊന്നും പത്മനാഭൻ സാറിന് അറിയില്ല? അല്ല, അറിയാം. അങ്ങനെയാണ് ഇത് വന്നത്. അങ്ങനെയാണ്. കാരണം ഈ കലാഭവന്റെ കാസറ്റ് കണ്ടു. പുള്ളിക്ക് ഒന്നാമത് പുള്ളി ഇങ്ങനത്തെ മിമിക്രി ഒന്നും കാണില്ല, ആ കലയോട് ഇഷ്ടമല്ല. മകനാണ്, അനന്തപത്മനാഭനാണ് കൊണ്ട് നിർബന്ധിച്ച് കലാഭവന്റെ കാസറ്റ് കാണിപ്പിച്ച്. കാരണം പുതിയൊരാളെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ഒരു ഇതിലായിരുന്നു. കൊള്ളാം പുള്ളിക്ക് തോന്നി. പക്ഷെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളത് ഇരിക്കുമ്പോഴാണ് കാലത്ത് മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്ന അവിടെ വല്യച്ഛനെ കണ്ടത്. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു അനന്തരവനുണ്ട്, അവനിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്താ പേര്? ഇന്നാൾ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെന്നാ പെട്ടെന്ന് അഡ്രസ്സ് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് ഒരു ഇത് വരുന്നത്. എന്താ? ടെലഗ്രാം. ഡയറക്ടർ പത്മരാജൻ, കം ആൻഡ് മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി. ലൈഫ് ചേഞ്ചിങ് ആവാനായിട്ടുള്ള എല്ലാ മറ്റേത് കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ,
അപ്പൊ ആ ഫാമിലി ആയിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ അനന്തപത്മനാഭൻ ആണ് അദ്ദേഹമാണ് കൊണ്ട് കാസറ്റ് കാണിച്ചത്. അതുപോലെ തന്നെ വൈഫ് എല്ലാവരുമായിട്ടും ഫാമിലി ആയിട്ടും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എനിക്ക്, എൻ്റെ മോനെ പോലെ തന്നെയാണ്, എൻ്റെ മോളെ പോലെ തന്നെയാണ് മാധവിക്കുട്ടി. തീർച്ചയായും. അപ്പോ ആ അമ്മയുടെ ബൈറ്റ് ഉണ്ട് പ്ലീസ്, വീഡിയോ പ്ലീസ്. 1987 ആണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ പൈസ എവിടെ ഉണ്ടോ? 88 അപരൻ വരുന്നത്. അപ്പോൾ ആ 87 മറ്റേ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ് ഇവിടെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഒരു പയ്യനുണ്ട്, അവൻ നന്നായിട്ട് അഭിനയിക്കും. ജയറാമേ, പിന്നെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ട് ഒരു കുടുംബസ്ഥനായി കഴിയുമ്പോഴേ സ്വന്തം ജന്മനാട്ടിലേക്ക്, അതായത് പെരുമ്പാവൂർക്ക് തിരിച്ചു വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളുമൊക്കെ. അങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു. എപ്പോഴും ഈ തമിഴ്നാട്ടിലെ ആളായിട്ട് നിൽക്കാതെ കേരളത്തിൻ്റെ പുത്രനായിട്ട് ഇങ്ങോട്ട് വന്നൂടെ? നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് സ്വന്തം സ്ഥലത്തെ കൃഷിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ജയറാമിനെ ഞാൻ സങ്കല്പത്തിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടായിട്ട് ജയറാമിൻ്റെ പടങ്ങൾ അധികമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ പോസ്റ്റലർ എന്നുള്ള പടത്തിൻ്റെ ഒരു പരസ്യം കണ്ടു. അത് വളരെ ഭംഗിയായിട്ട് വരും എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ജയറാമിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പടം ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാം നല്ലത് വരട്ടെ. ജയറാമിൻ്റെ ഒരു എന്താ പറയേണ്ടത്, നാഷണൽ അവാർഡ് വിന്നിങ് പടമായിട്ട് മാറട്ടെ അത് എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവിടെ ഒരു പ്ലേറ്റ് കണ്ടില്ല? അതിൽ വിഷു ആവുമ്പോൾ അമ്മയുടെ അടുത്തൊരു പൈസ വെച്ചേക്കും. ഞാനത് എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഞാൻ എടുക്കും. എന്നും കൈനീട്ടം അവിടെ നിന്നുണ്ടല്ലേ? ഇത് കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞത് അവിടെ കണ്ണു നിറയണം എനിക്ക് കാണായിരുന്നു. ഈ ആ ഒരു ബന്ധം ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളത്, അത് അമ്മയുടെ ശാസന കറക്റ്റായിട്ട് കേൾക്കുക. ആ കൃഷി നോക്കാൻ വന്നൂടെ എന്നൊക്കെയുള്ള അതാണ് അമ്മ പറയുമ്പോഴത് എനിക്ക് എൻ്റെ പിറക്കാതെ പോയ എൻ്റെ മൂത്ത മോനാണെന്ന് പറയുന്നത്. സാറും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പത്മനാഭൻ സാറുമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ട്. പത്മനാഭൻ സാറിന്റെ പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ പിന്നെ അത് എന്റെ ചേട്ടൻ എങ്ങനെയായിരുന്നു? അത് അല്ല, ഏറ്റവും ലാസ്റ്റ് എന്നെ വെച്ച് അടുത്ത പടം അനൗൺസ് ചെയ്യുന്ന സമയത്താണ് അല്ലെ? ഞാൻ ഗന്ധർവൻ ശേഷം അടുത്ത പടം ജയറാമൻ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ആ പടത്തിന്റെ സബ്ജക്റ്റും ഇതുമൊക്കെ കേട്ടിരുന്നതാണ്. പിന്നെ എനിക്ക് തൃശ്ശൂർ രാമനിലയത്തിൽ വന്ന് മരിക്കുന്നതിന് തലേ ദിവസം, സാറും മരിക്കുന്നതിന് തലേ ദിവസം എൻ്റെ അടുത്ത് ആ കഥ മുഴുവൻ പറഞ്ഞ്, അപ്പോൾ എനിക്ക് കുറേ ഫെയിലിയറൊക്കെ വന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അതൊക്കെ പോയി പണി നോക്കാൻ പറയടാ, ഇത് വെച്ച് നമ്മൾ തകർക്കില്ലേ അടുത്ത പടം എന്ന് പറഞ്ഞ് തുടങ്ങായിരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കോ ആർട്ടിസ്റ്റുകളെ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം അഭിനയിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു, പുതിയ ആൾക്കാരുടെ കാര്യവും പറഞ്ഞു. ദിലീഷ് പോത്തൻ ഉണ്ടായിരുന്നു, അനൂപ് മേനൻ ഉണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു. ഇവരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ അനുപേട്ടനുമായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുണ്ട്, അനുപേട്ടനുമായിട്ട് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു ദിലീഷ് പോത്തനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അതായത് ഫസ്റ്റ് ടൈം കോംബോ അല്ലേ? വർക്ക് കോംബോ ആണ്. ആ സിനിമയ്ക്കകത്ത് അത്ര ഒരു കോംബോ വരുന്നില്ല.